കുറച്ച് ഉള്ളിലേക്കുള്ളൊരു കുഞ്ഞു ഷെഡ്, നല്ല ഊണും മീനും കപ്പയും ചിക്കൻ തോരനൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം, അതും പോക്കറ്റ് കാലിയാക്കാണ്ട്. വിറകടുപ്പിലെ പാചകം കഴിഞ്ഞ 24 വർഷങ്ങളായി നല്ല ഭക്ഷണം വിളമ്പിയിട്ടും അധികമാരും അറിയപ്പെടാതെ പോയ ചന്ദ്രേട്ടന്റെ കട. കപ്പയും ബീഫും ഊണും മീനും കൂടെ ഞായറും ബുധനും മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം വേറെ. എത്ര കഷ്ടപ്പാടിലാണെങ്കിലും ഇന്നും വെറും 50 രൂപയ്ക്ക് പരിപ്പും സാമ്പാറും പ്രോപ്പർ മീൻകറിയും 3 തരം കൂട്ടുകറികളും ചേർത്ത് ഊണ് കൊടുക്കുന്നൊരിടം. 86 മുതൽ ഷാപ്പിലായിരുന്നു. ആന്റണി സർക്കാരിന്റെ ചാരായ നിരോധനം വന്നപ്പോൾ ജോലിയില്ലാണ്ടായി. പിന്നെ മീൻ വിറ്റു കൂലി വിലയ്ക്ക് പോയി. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് തൊഴിൽ. ഒടുവിലൊരു ചെറുകടയിട്ടു. നാട്ടിൻ പ്രദേശമായതുകൊണ്ടും പുറത്തുനിന്നുള്ള കഴിപ്പ് അന്നൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടും ചെറിയ രീതിയിൽ തുടങ്ങി. ഇന്നും വലിയ ലാഭങ്ങളൊന്നും പ്രതീക്ഷിക്കാണ്ട് ചന്ദ്രേട്ടനും ഭാര്യയും കൂടി ഇത് നടത്തിക്കൊണ്ടുപോകുന്നു. 120 രൂപയാണ് കപ്പയും ബീഫും കൂടി. ഞായറും ബുധനും ചെന്നാൽ പന്നിയിറച്ചിയും കിട്ടും, അതിന് 110. ഈ വാങ്ങുന്നതിൽ മാറ്റിവെക്കാൻ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അത് ചന്ദ്രേട്ടൻ തരുന്ന ഉറപ്പാണ്. പിന്നെ വലിയ സംവിധാനങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പ്രകൃതിയിൽ ചൂടുണ്ടെങ്കിൽ അത് ലേശമകത്തും കാണും. 25 രൂപയ്ക്ക് പൊരിച്ച മീൻ കിട്ടും. നാട്ടിൻ പ്രദേശമായതുകൊണ്ട് സാധാരണ ഇവിടെ കിട്ടുന്ന കപ്പയും നല്ലതാണ്, അതിന് 20. വന്ന് കഴിച്ചിരിക്കേണ്ട സ്ഥലം എന്ന് ഞാൻ ഓവർ ഹൈപ്പൊന്നും കയറ്റുന്നില്ല. അടുത്തൂടെയൊക്കെ പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു അവധി ദിവസം കൂട്ടുകാരുമൊത്ത് പോകാവുന്നൊരു നാട്ടിൻ പ്രദേശം. രാവിലെ 7 മുതൽ ദോശയും ചമ്മന്തിയൊക്കെ കിട്ടും. 11 മുതൽ കപ്പയും ബീഫും ഒക്കെ ആവും. 1 മണി അടുപ്പിച്ച് ഊണും മീനും, അങ്ങനെ 3:30 4 മണി വരെ. താല്പര്യമുണ്ടെങ്കിൽ ട്രിവാൻഡ്രം ഈഞ്ചക്കിൽ നിന്ന് ബൈപ്പാസ് വഴി കോവളമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഈ കാണുന്ന കാഞ്ഞിരംകുളം റോഡ് കയറി ഈ ക്ഷേത്രത്തിന്റെ ആർച്ചിലൂടെ കുറച്ച് പൊളിഞ്ഞൊരു റോഡും കയറി ചെല്ലുമ്പോൾ ഇരുവൈക്കോണം. അവിടെ ആരോട് ചോദിച്ചാലും ചന്ദ്രജന്റെ ഈ കുഞ്ഞു ഷെഡ് പറഞ്ഞുതരും. കൺഫ്യൂഷൻ ആയെങ്കിൽ മാപ്പ് ലൊക്കേഷൻ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചുതരാം. ഹലോ, നിങ്ങളുടെ സ്ഥലം ഇവിടെ അടുത്ത് തന്നെ. ഊണ് എങ്ങനെയുണ്ട് ഇവിടെ? നല്ലതാണ്. ബസ് വന്ന് സർവീസ് ഇല്ലാത്ത സ്ഥലത്ത് ബസ് വന്ന് പോയ സ്ഥലമാണ്. എൻ്റെ ഭാര്യയുടെ കേട്ട പറഞ്ഞു തരും. പേരും പെരുമയുള്ള അമ്പലമായിരുന്നു. അല്ല, ട്രസ്റ്റാണ്. നാട്ടുകാരൊക്കെ ഭയങ്കര തർക്കത്തിൽ കിടന്ന് അവിടെ കൂട്ടി വെളിയിൽ അവർ കുടുംബക്കാർ കൊണ്ടുവന്ന് വിളക്കെത്തി. ഞാൻ ഇപ്പോൾ കെട്ടിയിട്ടിട്ട് ചോറ് മാറ്റി തന്നിട്ട് വല്ല കാര്യമില്ല. ഇല്ലല്ല, ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ലോകത്തറിയും നോക്കുകയും ചെയ്യും. ഇത് എൻ്റെ ഒരു അപേക്ഷ. 3 വർഷമായിട്ട് പൂട്ടി കിടക്കുന്നില്ല. സങ്കടം കൊണ്ട് പറയണം അവരെ കിടപ്പുണ്ടൊക്കെ. ജീവിക്കാൻ വേണ്ടി എല്ലാത്തിനും കഞ്ഞിവെള്ളം ഉണ്ടാ? ഇറച്ചിവെള്ളം മീൻ വേണോ? മീനും വേണം, ടേസ്റ്റ് ഒന്നും കാണൂല അല്ലേ? ഒന്നും കാണൂല. കഴിക്കുന്നതാണ് മൊത്തം കഴിച്ചിട്ടും പറയട്ടെ. ഉറപ്പെനിക്ക്. ഒരു ബീഫ് കൂടെ തരോ?